കോൺഗ്രസിനകത്തെ ഹൈന്ദവർ നേരിടുന്ന അവഗണനകളാണ് പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയതെന്ന് എം.ടി. രമേശ്. 40 വർഷത്തോളം കറുപ്പ് കുരുതൊട്ട് നടന്നിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഗ് തട്ടകമായ കാസർഗോഡ് എത്തിയപ്പോൾ അത് മായ്ച്ചു കളഞ്ഞത് ഇതിന് ഉദാഹരണമാണെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. അതേസമയം സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണത്തിൽ സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് വൈകി വന്ന വിവേകമെന്നും എം.ടി. രമേശ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സോണൽ ചേരുകയാണ്. സോണൽ, പത്മജ വേണുഗോപാൽ ഇന്നലെ ജനം TV-യോട് ചീഫ് എഡിറ്റർ നടത്തിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. വർഷങ്ങളായി എനിക്ക് അവഗണന നേരിട്ടു, ചന്ദനക്കുരുതൊട്ട് ഈ പുറത്തിറങ്ങാൻ പോലും അവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പത്മജ വെളിപ്പെടുത്തിയിരുന്നത്. ഒപ്പം തന്നെ എം.ടി. രമേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാ കാലത്തും എല്ലാ സമയത്തും കറുപ്പ് കുരുതൊട്ട് മാത്രം കണ്ടിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡേക്ക് തട്ടകം മാറിയതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയതോടെയാണ് ആ കുറി പോലും മായ്ച്ചു കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇവിടെ എം.ടി. രമേശിൻ്റെ വാക്കുകൾ അത്രത്തോളം പ്രസക്തവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? KP പ്രധാനമായി പറയേണ്ടത് ഇന്നലെ നമ്മളോട് ജനം TV-യോട് പ്രതികരിച്ച പത്മജയുടെ പ്രതികരണം വലിയ തോതിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സ്ഥിതിക്ക് പല കോണുകളിൽ നിന്നും പ്രതികരണം വരുന്നുണ്ട്. അതിലൊന്നാണ് എം.ടി. രമേശ് കോഴിക്കോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്ത് ഹിന്ദുക്കൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്തരത്തിൽ പത്മജ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എം.ടി. രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പത്മജയെ കോൺഗ്രസ് പൂർണ്ണമായി തഴയുന്ന സാഹചര്യമാണ് ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ തവണ പുറത്തു വന്നതാണ്, പറഞ്ഞതാണ്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തി തനിക്ക് കോൺഗ്രസിനകത്ത് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് തന്നെയാണ് ഇവിടെ എം.ടി. രമേശും ആവർത്തിച്ചിരിക്കുന്നത്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താനിന്റെ അനുഭവം കൂടി പ്രധാനമായി പറയുന്നുണ്ട്. കാരണം 40 വർഷത്തോളം കറുത്ത കുറിയുമായി നടന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഗിന്റെ തട്ടകമായിട്ടുള്ള കാസർഗോഡ് എത്തിയപ്പോൾ അത് മായ്ച്ചു കളയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയതും ഇതിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യമാണ് എം.ടി. രമേശ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന സംഭവമാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇരു രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPM ആയാലും കോൺഗ്രസ് ആയാലും സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ എല്ലാം തന്നെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും എം.ടി. രമേശ് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിനുള്ളിലെ ഹിന്ദുക്കളെല്ലാം തന്നെ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി എം.ടി. രമേശ് പ്രധാനമായി പറഞ്ഞു വെക്കുന്നുണ്ട്. KP സോണൽ പറഞ്ഞതുപോലെ തന്നെ ഈ പത്മജിയുടെ വെളിപ്പെടുത്തൽ അത് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ഒരു ചലനം വളരെ വലുതാണ്. കാരണം എം.ടി. രമേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലെ ഹൈന്ദവർ ഏത് തരത്തിലാണ് അവഗണന നേരിടുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ആ നേതൃത്വം കൽപ്പിക്കുന്ന ചില തിട്ടൂരങ്ങൾ, ആ നേതൃത്വം കൽപ്പിക്കുന്ന ചില മാർഗരേഖകൾ അത് മറികടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുതന്നെയാണ് പത്മജ കൃത്യമായ രീതിയിൽ ഇന്നലെ വെളിപ്പെടുത്തിയത്. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉദാഹരണവും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജിയുടെ വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകാൻ തന്നെയാണ് സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും KP വലിയ ചർച്ചയ്ക്ക് തന്നെ ഇതിനോടകം തന്നെ ഈ വാക്കുകൾ, ഈ പ്രതികരണം വഴിവെച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥിരീകരിച്ച വിവരമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു ബൈറ്റ്, ഇവരുടെ പത്മജിയുടെ പ്രതികരണമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് മാക്സിമം ഷെയർ ചെയ്യപ്പെടുന്നുമുണ്ട് എന്നുള്ളതും തർക്കമില്ലാത്തൊരു വിഷയമാണ്. പ്രധാനമായി പറയേണ്ടത് ഈ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസും കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വടകരയിലെ സംഭവം തന്നെ, കെ മുരളീധരന്റെ സംഭവം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ മുരളീധരൻ ആദ്യം പോയി കണ്ടത് ന്യൂനപക്ഷ നേതാക്കന്മാരെയാണ്. അവരെ കണ്ട് ചർച്ച നടത്തിയതിന് ശേഷമാണ് പിന്നീട് തൃശ്ശൂരിലേക്കുള്ള യാത്ര തന്നെ തുടർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഭാഗമായി മലപ്പുറത്തെത്തി സംസ്ഥാന നേതാവിനെ കണ്ടു. അതിന് മുൻപായിട്ട് കാന്തപുരത്തിനെയും കണ്ട ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായി തന്റെ വോട്ടുകൾ ഉറപ്പിക്കാൻ ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് കോൺഗ്രസിനുമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിൽ
രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളതും ഏറ്റവും ആക്ഷേപകരമായിട്ട് നോക്കിക്കാണേണ്ടതാണ്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പത്മജയുടെ ഒരു വെളിപ്പെടുത്തലും കൂടി ഇതിനോടകം തന്നെ പ്രസക്തി നേടുന്നത് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനകത്ത് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, താൻ ഭയപ്പെട്ടിരുന്നു, അതായത് ചന്ദനക്കുറി തൊടാൻ പോലും താൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ജനം ടിവിയോട് പത്മജ നടത്തിയത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MT രമേശിന്റെ ഈ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഹൈന്ദവർ, ഈ കോൺഗ്രസിനുള്ളിലെ ഹൈന്ദവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. അത് അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞതെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ട വിവരമാണ്. അതായത് കഴിഞ്ഞ 40 വർഷത്തോളം കറുത്ത കുറിയുമായി നടന്നിരുന്ന വ്യക്തി ലീഗിന്റെ തട്ടകത്തിൽ കാസർഗോഡ് എത്തിയപ്പോൾ ആ കുറി മായ്ച്ചു കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അത് ഇതിന് ഉദാഹരണമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം എത്തി നിൽക്കുന്നു ഈ കേരളത്തിലെ സാഹചര്യം എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിന്റെ പല മുഖങ്ങളാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പറഞ്ഞതുപോലെ തന്നെ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഈ ലീഗിനെ പ്രീണിപ്പിക്കാൻ, ലീഗിനെ മുന്നണിയിലേക്ക് എടുക്കാൻ അവർ നടത്തിയ ശ്രമവും ഒടുവിൽ അത് തൽക്കാലത്തേക്ക് ഫലിക്കില്ല എന്ന് കാണുമ്പോൾ സമസ്തയടക്കം കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നിലപാടുകളും ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തെ അടർത്തെടുക്കാനുള്ള തീരുമാനമൊക്കെയുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ ഒരു വർഗീയ രാഷ്ട്രീയ അജണ്ടയാണ് കോൺഗ്രസും CPM-ഉം മുന്നോട്ട് വെക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയും, കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് MT രമേശ് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്, ചൂണ്ടിക്കാണിച്ചതല്ലേ? KP അത് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം തുടർച്ചയായിട്ട് CPM-ഉം കോൺഗ്രസും ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയവുമായി തെരഞ്ഞെടുപ്പുകൾ എത്തുമ്പോൾ രംഗത്തെത്തുന്നത് ഇതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം വന്ന സമയത്തും ഇത്തരം പ്രീണന രാഷ്ട്രീയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു കളിയായിരുന്നു ഇരു രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അത് ചർച്ചയാകുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശക്തിയാർന്ന ഇതിലേക്ക് മുന്നേറ്റത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, ഈ തൃശ്ശൂരിലെ വിഷയം തന്നെ എടുത്തു നോക്കിയാൽ തൃശ്ശൂർ BJPക്ക് ശക്തമായിട്ടുള്ള അടിത്തറ നിലവിലുണ്ട്. ഈ അടിത്തറ പൊളിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയവുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അത് തന്നെയാണ് അവിടെ CPI ആകട്ടെ CPM ആകട്ടെ ഇവരെല്ലാം തുടർന്ന് പോരുന്നത് എന്നുള്ളതും നമുക്ക് നോക്കിക്കാണാം. ഇതിനെല്ലാം തന്നെ ഉദാഹരണങ്ങളുണ്ട്. അത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുഖ്യമന്ത്രി എടുക്കുന്ന പല സ്റ്റാൻഡുകളാവട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എടുക്കുന്ന പല സ്റ്റാൻഡുകളും ആവട്ടെ, ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള രീതിയിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളല്ല, അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് പല സംഭവങ്ങൾ എടുത്താലും അത് നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി പറയേണ്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പത്മജിയുടെ ഒരു പ്രതികരണം വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം കോൺഗ്രസിനുള്ളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള വ്യക്തികളെല്ലാം തന്നെയുള്ള സംഘടനയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. CPM-ൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ അതിന് മറുപടി പറയാൻ സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കോൺഗ്രസിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുക. അതായത്